ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാടക വീട് എപ്പോഴും വാടക വീട് തന്നെയാ. നമ്മൾ എവിടെ താമസിക്കുന്നോ അത് നമ്മുടെ വീട് തന്നെയാ. അങ്ങനെ ചിന്തിച്ചാൽ മതി അച്ഛാ. അച്ഛൻ വാ. അച്ഛൻ എന്തിനാ മോളെ കരയുന്നത്? ഒരു കുഴപ്പമില്ലാതെ അച്ഛനിങ്ങ് വന്നില്ലേ? നീ അച്ഛനെ അകത്തോണ്ടി കിടത്ത്. അർച്ചന എവിടെ? ചേച്ചി പൂജാമുറിയില. മോളെ തൊഴുതോളൂ അച്ഛാ. തൊഴുതിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. എല്ലാ ദൈവങ്ങളും നമ്മളോട് കാണിച്ചത് അന്യായമാ. അച്ഛാ, ന്യായോ അന്യായോ ഒന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ അച്ഛാ. പക്ഷേ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് നമ്മളാ. ഇപ്പൊ ഒരു വാടക വീട്ടിൽ നിനക്ക് ഈ ദീപം തെളിയിക്കേണ്ടി വന്നില്ലേ? പിന്നെന്ത് ദൈവം? ഓരോന്നിനും ഓരോ കാലമുണ്ട് അച്ഛാ. ആ കാലത്തെ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പ്രതീക്ഷയും വിശ്വാസവും മാത്രം കൈവിടരുത്. നമ്മളൊരു പുതിയ വീട്ടിലെ താമസമാവുന്നു, അവിടെ സന്തോഷത്തിന്റെ ഒരു ദീപം തെളിയിക്കുന്നു. ഇതങ്ങനെ കണ്ടാ മതി. ഇതും നമ്മുടെ വീട് തന്നെയാന്ന് വിചാരിച്ച പ്രശ്നം തീർന്നു. പക്ഷേ അച്ഛന് അങ്ങനെ വിചാരിക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ. ഇന്നലെ വരെ നെല്ലിശ്ശേരിയിലെ സേതുമാധവനെ എല്ലാവരും കണ്ടിരുന്നത് എത്ര ബഹുമാനത്തോടെയാ. ആ ബഹുമാനത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഇന്ന് വരെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ ബലത്തിലോ പണത്തിന്റെ വലുപ്പത്തിലോ ഒന്നുമല്ല ആളുകൾ അച്ഛനെ ബഹുമാനിക്കുന്നത്. അച്ഛന്റെ വ്യക്തിത്വമാണ് ആ ബഹുമാനത്തിന്റെ അടിസ്ഥാനം. അതൊരിക്കലും മാറില്ല.